അതായത് ശരീരത്തിന് രണ്ട് തരത്തിൽ അനുഭവമുണ്ട്. ഒന്ന് പുറമേ കാണുന്ന മർദ്ദം, ഓക്കെ. ഒന്ന് ഉള്ളിൽ മർദ്ദമുണ്ട്. ഉള്ളിലെ മർദ്ദത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കുണ്ട് എനിക്ക് ഇന്നതുണ്ട് എന്നൊക്കെ ഉള്ളതല്ല ഉള്ളിലെ മർദ്ദത്തിലാണ്. പക്ഷേ ആക്ച്വലി ഈ ഉള്ളിലെ മർദ്ദം നമ്മളുടെ ജീവൻ്റെ മർദ്ദമായിട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്തു പറ്റും? പുറത്തെ വസ്തുക്കൾ ഉള്ളിൽ കിടക്കും. പുറത്ത് നിൽക്കുന്നതാണ്, പുറത്തൊരു മർദ്ദമുണ്ട്, ഇത് പുറത്താണ്. എനിക്ക് വീടുണ്ട്, അത് പുറത്താണ്, അത് അകത്തല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ ഭാഗം അനുഭവിക്കാൻ പറ്റുന്നില്ല. ജീവൻ്റെ സ്പന്ദനം അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? പുറത്തു നിൽക്കുന്നത് ഉള്ളിലോട്ട് കിടക്കും. ഇതാണ് ഒരു വ്യക്തിയുടെ ശാപത്തിൻ്റെ ആരംഭം. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഭാവം എങ്ങനെ ഉണ്ടാകുന്നു? ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു ഭാഗം എങ്ങുമില്ല. കാരണം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിലനിൽക്കുന്ന, അത് നിരന്തരം നിലനിൽക്കുന്ന. ഞാൻ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം എങ്ങുമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് ഈ പുറമേ കാണുന്ന കാര്യങ്ങളിൽ ഞാൻ എങ്ങനെ ഇടപെടണമെന്നാണ് ചോദിക്കുന്നത്. അതിൽ സംശയം എന്താണ്? അത് നമ്മളെ ബാധിക്കാതെ കൊണ്ടുപോകണം. അതാണ് ആവശ്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതാണ് കൺഫ്യൂഷൻ എല്ലാവർക്കും. എന്ന് വെച്ചാൽ ആന്തരികമായിട്ടുള്ള ആ അനുഭവം ഇല്ല, ഞാനുണ്ട് എന്നുള്ള അനുഭവമില്ല. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ കാപ്പി കൊണ്ടുവന്ന് വെച്ച് എന്ത് ചെയ്യണം? കുടിക്കണം. ഇതാരോടും ചോദിക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. എല്ലാ കാര്യം പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റുഡാണ്. എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം എങ്ങുമില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ആരോടും വിളിച്ചു ചോദിക്കുക, ഞാൻ ഈ വളവിലെത്തി, ഇനി എന്ത് ചെയ്യണം? കുറേ വണ്ടികളുണ്ട്, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. അവിടെ ആ വണ്ടി ശൂന്യതയിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. നമ്മളെയും ശൂന്യതയിലൂടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ശൂന്യത അനുഭവിക്കുന്നില്ല. ആ ശൂന്യത അനുഭവിക്കുന്നിടത്താണ് ആശ്വാസം. അവിടെയാണ് ആനന്ദം, അവിടെ ആനന്ദമുള്ളൂ, അവിടെ ആശ്വാസമുള്ളൂ. ഇത് പക്കാ സിമ്പിളാണ്. ഇനി യാതൊരു കുഴപ്പമില്ല. മനസ്സിലായി? നമ്മൾ ഈ കാപ്പി ഇതൊക്കെ കുടിക്കുന്നത് എന്തിനാണ്? കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാലങ്ങളായിട്ട് ഒരു കാപ്പിയുടെ ഒരു ടേസ്റ്റ് ബോഡിയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ സമയമാകുമ്പോഴത്തേക്കും കാപ്പിയുടെ ടേസ്റ്റ് കൊടുക്കുന്നു. മനസ്സിലായി? അത്രയും ഏരിയ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, അത് കാപ്പി ഒക്യുപ്പൈ ചെയ്തിരിക്കുക. കാപ്പി കുടിക്കുകയല്ല, ഇത് ഏരിയ കയ്യിൽ കിട്ടുന്നത് വരെ ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഭാഗം ഒക്യുപ്പൈ ചെയ്തു, എൻ്റെ ശരീരത്തിൻ്റെ അനുഭവം കൊണ്ട് ഒക്യുപ്പൈ ചെയ്തു, ആ ബോധം കൊണ്ട് ഒക്യുപ്പൈ ചെയ്തു. അപ്പോൾ പിന്നെ കാപ്പിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ഒരു കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കത്തില്ല. നമ്മളെ കണ്ടത് എന്തുകൊണ്ടാണ്? ശരീരം കൊണ്ടാണ് നമ്മളെ കണ്ടത്, അല്ലേ? ശരീരം ഉപയോഗിച്ചാണ് നമ്മളെ കണ്ടത്. ഇപ്പോൾ ശരീരം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. നമ്മളുണ്ടാകുന്ന ശരീരത്തിനെ ബേസ് ചെയ്താണ്. അപ്പോൾ റീസെൻറ്റ് ഡെവലപ്മെൻ്റാണ് ശരീരം. ശരീരത്തിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ശരീരത്തെ ക്രമീകരിക്കുന്നു. മനസ്സിലായി? അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി ക്രമീകരിക്കുന്നു. മനസ്സിലായി? മാറ്റങ്ങൾ സാവകാശം നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. മാറ്റത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു. മാറ്റം ഓക്കെ, ഇതിന് സമയത്തിനനുസരിച്ച്, സമയം എന്ന് പറയുന്നൊരു മാറ്റമാണ്, അല്ലെ? ഒരു മാറ്റം, വളരെ സൂക്ഷ്മമായിട്ടൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതറിഞ്ഞു കഴിഞ്ഞാൽ സമയത്തെ കാണാം. സമയത്തിന് ജീവനുണ്ട്, മാറ്റങ്ങൾക്ക് ജീവനുണ്ട്. മാറ്റത്തെ നമുക്ക് കെടുത്താൻ പറ്റത്തില്ല. എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, മാറ്റമല്ലേ? അതിലൊന്ന് നമ്മൾ ചേർന്നിരുന്നാൽ നമുക്ക് കാണാം, അത് കൃത്യമായിട്ട് കാണാം. നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരുന്നു. ഉള്ളിൽ ചിന്ത വന്നു കഴിഞ്ഞാൽ ബ്ലോക്കായി, കഷ്ടകാലമാണ്. മനസ്സിലായി? ഉള്ളിൽ ചിന്ത വന്നു കഴിഞ്ഞാൽ കഷ്ടകാലം തുടങ്ങി. ചിന്തയില്ലാതെ ഇരിക്കുമ്പോഴാണ് ജീവിക്കുന്നത്. ചിന്തയില്ലാതെ നമ്മളെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ജീവിതം. ചിന്തയില്ലാതെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. വർക്ക് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യണം. ഇപ്പോൾ പല ആൾക്കാരും സ്കൂൾ കുട്ടികൾ നല്ല മാർക്ക് മേടിക്കുന്നു. ഓ യു ആർ ഗ്രേറ്റ്, നമ്പർ 1 അപ്രിസിയേഷൻ കിട്ടി.
ഈ അപ്രീസിയേഷൻ ശരീരത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള അവസ്ഥയിലാണ് സ്വാധീനിക്കുന്നത്, ആന്തരികതയിൽ സ്വാധീനിക്കുന്നില്ല. അപ്പോൾ മാർക്ക് മേടിച്ച് ഫസ്റ്റ് റാങ്ക് കിട്ടി, ഈ കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടിയുടെ വർക്ക് ലോഡ് കുറക്കും. പഠിക്കും നന്നായിട്ട്, പക്ഷെ ശരീരം പ്രവർത്തിക്കില്ല. ശരീരം ഒരു കാരണവശാലും പ്രവർത്തിക്കില്ല. ഭയങ്കര ബുദ്ധിമാനാവും. മറ്റുള്ളവരുടെ മുമ്പിൽ ഇവൻ കേമനാവും. ഇവൻ വാക്ക് തർക്കങ്ങൾ കൊണ്ട് ഇവൻ വലിയ വിദഗ്ധനാവും. ഇപ്പം നമ്മൾ ക്ലബ് ഹൗസിൽ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഒരുപാട് പഠിച്ച അറിവുള്ള എന്ത് പറഞ്ഞാലും അത് ഇന്നതാണ് മറ്റേതാണ്. പക്ഷേ ഇവൻ ശരീരം കൊണ്ട് അധ്വാനിക്കില്ല. ഇവൻ മനസ്സിലായ, അവൻ ശരീരം കൊണ്ട് അധ്വാനമില്ല. അവന് എഴുന്നേറ്റ് നമ്മുടെ ഒപ്പം നിന്ന് തൂമ്പ എടുത്ത് കളക്കാനാ, കുട എടുത്തിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അവൻ പറയും. അവൻ്റെ ശരീരം വളരെ വീക്കായിരിക്കും. മിക്ക ബുദ്ധിജീവികളുടെയും ശരീരം വളരെ വീക്കായിരിക്കും. കാരണം ഈ ബുദ്ധി അപ്ലൈ ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. മനസ്സിൻ്റെ സങ്കല്പത്തിൽ മാത്രമേ ഉള്ളൂ. ഇവർ കുടുങ്ങി കിടക്കുക. എന്തു പറഞ്ഞാലും ഇവർ കൗണ്ടർ ചെയ്യും. പക്ഷെ ഒരു പ്രയോജനമില്ല. അവർക്കും ഉണ്ടാകില്ല, ആർക്കും ഉണ്ടാകില്ല. ഡാറ്റ കയ്യിലുണ്ടാവും. എന്ന് വെച്ചാൽ ശരീരം ദേഹാധ്വാനമില്ലാത്തവരാ, ദേഹം അധ്വാനിക്കുന്നവർ. പഠിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദേഹാധ്വാനം വേണം. ശരീരം നല്ല എല്ല് മുറിയെ പണിയെടുക്കണം. മനസ്സിലായി? എല്ല് മുറിയെ ശരീരം ശരിക്കും അധ്വാനിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളെ കാണാൻ പറ്റും. അതായത് കുത്തിയിരുന്ന് പഠിച്ച്, പുസ്തകം വായിച്ച് പഠിച്ച് ഭയങ്കര പുസ്തകപ്പുഴുവായി പണ്ഡിതനായി ഒരു പ്രയോജനമില്ല. മനസ്സിലായി? പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ കായികമായിട്ടുള്ള ചലനത്തെ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് നമുക്ക് വീട്ടുകാർ സ്വസ്ഥത കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ് സ്വസ്ഥതയിലോട്ട് പോകേണ്ടത് ഇന്നത്തെ ഏറ്റവും വലിയ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഘടകമാണ്. ഇന്ന് ചെയ്യേണ്ടത് എന്താണ്? ഇന്നൊരു വ്യക്തി, ഒരു കുട്ടി വളർന്നു വന്നാൽ എപ്പോൾ അവൻ പ്രാപ്തനാകുന്നു, മറ്റുള്ളവരുടെ സഹായത്തിൽ നിന്ന് എപ്പോൾ മോചനം നേടുന്നു, അവൻ സ്വയം പര്യാപ്തത്തിൽ, അതായത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് അവനുണ്ടാകും. കാരണം മറ്റവർ തന്നിട്ടായതുകൊണ്ട് അവർ പറയും, ഞാൻ പറയണ കേൾക്കണമെന്ന് പറയും. എപ്പോൾ ഒരു നേരത്തെ ആഹാരം തിന്നാനുള്ള കഴിവുണ്ടോ അപ്പോൾ തന്നെത്താനുള്ള കാര്യം ചെയ്യാൻ തുടങ്ങും. മനസ്സിലായി? ഈ പറയുന്ന പൊട്ടന്മാർ പറയണ പൊട്ടത്തരത്തിൽ നിന്ന് മാറി നിൽക്കണം. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ഇവരോട് പ്രതിബദ്ധത, ഇതെൻ്റെ മാതാപിതാക്കളാണ്, അതാണ് ഇതാണ്, ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നും പറഞ്ഞ് അവർ പറയുന്ന വിഡ്ഢിത്തരം ചെയ്ത് അവർ നശിച്ചുകൊണ്ടിരിക്കും, നമ്മൾ നശിച്ചുകൊണ്ടിരിക്കും. നമ്മളിൽ ബോധം ഉണർന്നിട്ടുണ്ടെങ്കിൽ ആ ബോധത്തിൻ്റെ പേരിൽ യാതൊരു പ്രതിബദ്ധതയും ആരോടും വേണ്ട. ഒരു കാര്യമില്ല. എപ്പോൾ പ്രാപ്തനാകുന്നു ആ പ്രാപ്തിയെ ഉണർത്തുക, ആ പ്രാപ്തിയെ സജീവമായിട്ട് ഉണർത്തുക. അതുകൊണ്ട് ഒരു നാശവും ആർക്കും ഉണ്ടാകില്ല. പ്രാപ്തി, എന്നിലുള്ള പ്രാപ്തി, ഞാൻ അനുഭവിക്കുന്ന പ്രാപ്തി, അതിന് മറ്റാരെയും ഉപദ്രവിക്കേണ്ട, ആരുമായിട്ട് തല്ലുപിടുത്തം വേണ്ട, യാതൊരു രോഗവും പ്രശ്നവും ഇല്ല അവിടെ. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യത്തക്ക വിധത്തിലുള്ള സാഹചര്യത്തിലോട്ട് അപ്പോൾ മാറിക്കൊള്ളും. ഇത്രയും കാലം ഞാനാണ് നിനക്ക് അന്നം തന്നത്, ഞാനാണ് നിനക്ക് പാർപ്പിടം തന്നത്, സംരക്ഷണം തന്നതിൻ്റെ പേരിലാണ് മിക്ക മാതാപിതാക്കളും മക്കളെ ക്രൂശിക്കുന്നത്. കാരണം മാതാപിതാക്കളുള്ള അസ്വസ്ഥത മക്കളിലോട്ട് കൊടുക്കുന്നു, മക്കളത് അവരുടെ മക്കളിലോട്ട് കൊടുക്കുന്നു. ഇതാണ് ഇവിടെ കാലങ്ങളായിട്ട് നടക്കുന്ന സാമൂഹിക സേവനം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സാമൂഹിക സേവനം അത്രയേ ഉള്ളൂ. മനസ്സിലായി? എൻ്റെ ദുരന്തം ഞാൻ ഉറപ്പിക്കും, അടുത്ത ആളിനെ എത്തിക്കണം. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്താണ്? പുറത്ത് നിൽക്കുന്ന മർദ്ദം അവരുടെ ഉള്ളിൽ കൂടി, ഉള്ളിൽ ഉള്ള ആ ഒരു ആകാശവുമായിട്ടുള്ള ബന്ധം അവരറിയുന്നില്ല. ആകാശമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്. അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിലേ ഉള്ളു ജീവിതം. അതാണ് പ്രാപ്തി. എന്നുവെച്ചാൽ ആകാശമായിട്ടുള്ള ബന്ധം. അപ്പം ആകാശമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ശ്വാസം അറിയും. ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിനേ കഴിക്കുള്ളൂ. ആവശ്യത്തിനേ ഭക്ഷണം കഴിക്കുള്ളൂ. ആവശ്യമുള്ള ഭക്ഷണമേ കഴിക്കുള്ളൂ. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ? കാരണം ദഹനശേഷി കുറവാണ്. മറ്റേ ഇറച്ചി കഴിച്ചാൽ അവരുടെ ശരീരം പണിയെടുക്കാൻ കഴിയില്ല. മനസ്സിലായ? അതെ, ഭക്ഷണം കഴിച്ച ഇറച്ചിയൊക്കെ കഴിച്ചാൽ, നെയ്യുള്ള ഇറച്ചിയൊക്കെ കഴിച്ചു കഴിഞ്ഞാലും തികട്ടി വരും. ആരോഗ്യ കരുത്തില്ലാത്തവൻ്റെ ഭാഗത്ത് അത് തികട്ടി വരും, ഒരു സംശയം വേണ്ട. അപ്പം അത് തികട്ടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കണം, ഉള്ളിൽ പണിയെടുക്കണം. അല്ലെ പച്ചക്കറി കഴിച്ച് വെറുതെ പച്ചക്കറി പോലെ ഇരിക്കാം. അപ്പോൾ ശരീരത്തിന്റെ ആ ഒരു കപ്പാസിറ്റി നമ്മൾ അറിയാണ്ട് പോവുക ചെയ്യുന്നത്. ഓ,
പണിയെടുക്കാത്തതുകൊണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവർ ചോറൊക്കെ ജ്യൂസ് അടിച്ചാൽ കുടിക്കുക. പ്രതികൂല സാഹചര്യത്തിൽ അത് എൻ്റെ വീട്ടുകാർ, എൻ്റെ മതം, എൻ്റെ രാജ്യം ഇതിനകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുക. ഇറങ്ങണമെന്നേ, എൻ്റെ മതം വിട്ട് ഇറങ്ങണം, മനസ്സിലായ? എൻ്റെ മതം വിട്ടിട്ടിറങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നും മതത്തിനകത്ത് തന്നെ ഇരുന്നിട്ട് കാര്യമില്ല, എന്നും എൻ്റെ രാജ്യം എന്ന് പറഞ്ഞിരുന്ന കാര്യമില്ല. ആ എൻ്റെ രാജ്യം എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് മാറണം, മനസ്സിലായി? അയൽ രാജ്യത്ത് മനുഷ്യർ തന്നെയാണ്. അയൽ രാജ്യത്ത് മനുഷ്യർ, അവരെയും ആയിട്ട് അടുക്കാൻ സാധിക്കണം, അവരെയും സ്നേഹിക്കാൻ സാധിക്കണം. അത് സാധിക്കുന്നില്ല. കാരണം ഞാൻ എൻ്റെ തീരുമാനത്തിനകത്ത് നിൽക്കും, എൻ്റെ അഭിപ്രായത്തിനകത്ത് നിൽക്കും. എൻ്റെ അഭിപ്രായം അല്ല എന്നെ ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാകാനുള്ള കാരണം എൻ്റെ അഭിപ്രായത്തിനപ്പുറത്തോട്ടാണ്. അത് ലോകം മുഴുവനാണ്. അത് ലോകം മുഴുവനാണ്, മനസ്സിലായ? അതിന് അതിരുകളില്ലാത്തതാണ് എൻ്റെ അഭിപ്രായത്തിൽ. എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ ജീവിക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും. അല്ലേ ചത്തു. പക്ക സിമ്പിളാണ്, പക്ക സൂപ്പർ പവർഫുള്ളാണ്. അപ്പം ഇതിന്റെ പുറകെ ഒന്നും ഓടേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. ഇരിക്കുന്നിടത്ത് സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി. നന്നായിട്ട് പണിയെടുക്കുക, എന്നിട്ട് പഠിച്ചോ, എന്നിട്ട് പുസ്തകം എടുത്ത് വെച്ച് വായിച്ചോ. പണിയെടുക്കാത്തവൻ പുസ്തകം വായിച്ചാൽ അതിൽ പെട്ടുപോകും, മനസ്സിലായി? ശരീരം കൊണ്ട് നല്ല വിധത്തിൽ അധ്വാനിക്കുന്നവൻ അവൻ വായിച്ചോ. അവൻ വായിച്ചാൽ ആ വായിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്, അല്ലാത്തവൻ വായിച്ചാൽ അതുകൊണ്ട് പ്രശ്നമുണ്ട്, മനസ്സിലായി? കുറേ അറിവുള്ള ആൾക്കാർ, എന്നിട്ട് ഇവരുടെ അറിവ് ഫിക്സ് ചെയ്യാനായിട്ട് ഈ അറിവില്ലാത്ത ആൾക്കാരെ, ഇവർ കൂടിയ ആൾക്കാരും മറ്റൊരു കുറഞ്ഞ ആൾക്കാരുമായി. അങ്ങനെയാണ് വേർതിരിവുണ്ടാകുന്നത്, മനസ്സിലായി? പണിയെടുക്കാത്തവർ, അറിവുള്ളവർ പണിയെടുക്കുന്നവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യുന്നു. എന്നുവെച്ചാൽ പണിയെടുക്കുമ്പോഴാണ് ശരിക്കുള്ള അറിവ് കിട്ടുന്നത്. ശരിക്കും പണിയെടുക്കുന്നവനാണ് ഭാഗ്യവാൻ, മനസ്സിലായ? ഈ ഭാരം ചുമക്കുന്നവനാണ് ശരിക്കും ഭാഗ്യവാൻ. അവൻ്റെ പുറത്തൊരു ഭാരം ഉണ്ടെന്നും ഈ ഭാരത്തെ എങ്ങനെ നിർവീര്യം ചെയ്യണമെന്നും. അത് മറ്റവന് ഭാരം അറിയത്തില്ല, മറ്റവന് അറിവ് മാത്രമേ ഉള്ളൂ, അറിവിന് ഭാരവും ഇല്ല, മനസ്സിലായി? ഭാരം അറിയണം. അതെ, അവൻ ഭാരം ചുമക്കണവൻ കഴുതയെന്നും പറഞ്ഞിട്ട് അവനാണ് ശരിക്ക് അങ്ങനെ ഇരിക്കുന്നത്. അതെ. ഇവിടെ ഭാരമുള്ളവനാണ് എന്തെങ്കിലും കാരണവശാൽ ഈ ഭാരത്തെ എങ്ങനെ നിർവീര്യം ചെയ്യാൻ പറ്റും. ഭാരത്തെ നിർവീര്യം ചെയ്യണം. ഈ ഭാരമില്ലാണ്ട് അന്ധമായിട്ട് നടക്കുന്ന അങ്ങനെയുള്ളവരെല്ലാം മദ്യപാനികളും മയക്കുമരുന്നൊക്കെ എടുക്കുന്നത്. കാരണം ഈ ഭാരത്തെ ഡീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്താണ് അറിവുണ്ടായിപ്പോയി, ഭാരം വരുന്നു. ആ ഡീൽ ആയിരിക്കാൻ എന്ത് ചെയ്ത് മദ്യവും മയക്കുമരുന്നും പുകവലിയും. അറിവുണ്ട്, പക്ഷെ അറിയുന്നില്ല. അതെ. അതിലൊന്നാണ് ഈ ചായ കുടിയും. ഈ ചായയിലും ഉണ്ട് കുറച്ച് മയക്കുണ്ട്, മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ ഈ ചായ കുടിക്കുന്നത്. ഇതും നമ്മൾ അധ്വാനിച്ച് ഈ ചായയും നമ്മൾ ഒഴിവാക്കും, ഈ കാപ്പിയും ഒഴിവാക്കും, മനസ്സിലായി? ഇപ്പം നമ്മളിൽ ഉള്ള നമ്മൾ എവിടെയോ അധ്വാനിക്കാത്ത ഒരു സംഭവത്തിൻ്റെ ഭാഗമാണ് ഈ ചായ. രാവിലെ ആകുമ്പോൾ ഒരു കാപ്പി ചായ എന്തെങ്കിലും കുടിച്ചേ പറ്റത്തുള്ളൂ, മനസ്സിലായ? നമ്മളിൽ കിടക്കുന്ന ഒരു മടിയനാണ്, മനസ്സിലായി? എവിടെയോ ഉള്ള ഒരു അലസതയാണത്. ഇത് തുറന്നു വരുമ്പോൾ പിന്നെ ചായ, എനിക്ക് ചായ ഒന്നും വേണ്ട, മനസ്സിലായി? പറയും, ഒരു സംശയം വേണ്ട. കാരണം ഇതിനാവശ്യമുള്ള കംപ്ലീറ്റ് രീതിയിൽ തന്നെ രൂപപ്പെട്ടു വരും. കാരണം ഈ ചായ വെറും ആ ചായ എന്ന് പറയുന്നത് ശരീരത്തിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഇനിയിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇരിക്കട്ടെ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അനുകൂലമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്നുവെച്ചാൽ ഉണർന്ന് ഞാൻ സജീവമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ ഉണർച്ചയ്ക്ക് അത് അനുകൂലമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉണർച്ചയ്ക്ക് പ്രതികൂലമാണെങ്കിൽ അത് കണ്ടെത്തും, അത് ഒഴിവായിരിക്കും. തീരുമാനിക്കേണ്ട ചായ നല്ലതാണോ മോശമാണോ തീരുമാനിക്കേണ്ട. എന്താണ് എന്നെ ഉണർത്തിക്കൊണ്ടുവന്നത്? അത് നിരന്തരം ഉണർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണർത്താത്തത്, ഉറങ്ങുന്നത് നമ്മൾ ഒഴിവാക്കും. കൂടുതൽ ഉണരുകയാണ് വേണ്ടത്, കൂടുതൽ ഉറങ്ങുകയല്ല വേണ്ടത്, കൂടുതൽ ഉണരുകയാണ് വേണ്ടത്, എന്നുവെച്ചാൽ ഉണർന്നു വരികയാണ് വേണ്ടത്. അതാണ് ജീവിതം. ഉണർവ് ടെമ്പററി ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഉണർവ് പെർമനൻ്റാണ്. ഉണർവ് ഒരിക്കലും ടെമ്പററി അല്ല, അത് വെറും തോന്നല. ഞാൻ ഉണർന്നു എന്നുള്ള തോന്നല, ഡ്രഗ്സ് കഴിക്കുന്ന പോലെ. അത് എനിക്ക് എന്തൊക്കെ ഉണ്ട്. എനിക്ക് കുറേ ഉണ്ട്. എനിക്കുള്ള സാധനങ്ങളുടെ എണ്ണം കൂടി വരുമ്പോൾ എന്ത് പറ്റും? മർദ്ദം കൂടും. ഞാനുണ്ടെന്നുള്ള ഭാഗമില്ലാതെ എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പ്രശ്നമായിട്ടേ മാറത്തുള്ളൂ, അതല്ലാണ്ട് അത് വേറെ ഒന്നുമായിട്ട് മാറത്തില്ല. പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലെങ്കിൽ നന്നായിട്ട് പണിയെടുക്കുക. ഓക്കെ, പണിയെടുക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ കുട്ടികൾക്ക്.